ഇവർ രഞ്ജി പണിക്കർ സാറ് മമ്മൂക്കയ്ക്ക് വേണ്ടിയും ലാലേട്ടന് വേണ്ടിയും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ സ്ക്രിപ്റ്റുകൾ കൊണ്ട് അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ സുരേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം സുരേഷ് ചേട്ടൻ ജസ്റ്റ് ഒരു റോ മെറ്റീരിയൽ ആയിരുന്നു ഇവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ. അവിടുന്ന് അയാൾക്കൊരു അദ്ദേഹത്തിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്ത് ചിലപ്പോൾ ആ സിനിമയിൽ ഇപ്പോൾ ഇല്ലാത്തതും വളരെ കുറവുള്ളതും നല്ല എഴുത്തുകാരാണ്. അത് അയാൾ എഴുതി നല്ല പ്രൊജക്റ്റുള്ള നല്ല സാധനങ്ങൾ ഉണ്ടാക്കട്ടെ. അഭിനയിക്കാൻ ഞങ്ങൾ കുറേ വട്ടന്മാരുണ്ട്. 1 year പ്രോസസ്സാണ് എഴുത്ത്. അത് അത്ര എഴുതിയിട്ട് നീ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ എനിക്ക് അത്ര എടുക്കും, അത്രയെങ്കിലും ഒപ്പിക്കാൻ. ഈ ബന്ധവും പരിചയമൊക്കെ ഉണ്ടെങ്കിലും അഭിനയിക്കാൻ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് നാഷണൽ അവാർഡ് വിന്നർ സുരാജ് വെഞ്ഞാറമ്മൂടിനെ ആണ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി ചിന്തിച്ചാൽ നമ്മൾ കുറച്ച് പതറിപ്പോവും. നായികമാരും സുരാജേട്ടനും തമ്മിലുള്ള കെമിസ്ട്രിയെക്കാട്ടിലും ഏറ്റവും ഗംഭീര കെമിസ്ട്രി ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി. സിനിമ ഭയങ്കര കൊതിയാണ് സിനിമയാന്ന് പറയുന്നത്. ആക്ടിങ്, യെസ് ഓഫ് കോഴ്സ്. സീരിയൽ എനിക്ക് കുറെ വരുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ഞാനിപ്പോ അത് പെൻഡിങ് വെച്ചേക്കാണ്. ചിലപ്പോ ഞാൻ ചെയ്യും. സിനിമയുടെ ശേഷം സിനിമയോടുള്ള ഇഷ്ടം എനിക്ക് സീരിയലിനോട്. ഞാൻ അങ്ങനെ സീരിയൽ കാണാറില്ല. നരേന്ദ്രൻ സാണിമുണ്ട് വിശേഷങ്ങളുമായിട്ട് വി ആർ ക്രിയേറ്റർ നിതിൻ രഞ്ജി പണിക്കർ, ആൽഫി ആൻഡ് പ്രശാന്ത്. സോ 3 പേർക്കും വെൽക്കം. താങ്ക് യു. ഈ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ചില കോളുകൾ ഉണ്ടല്ലോ. ശരിക്കും ഈ വെബ് സീരീസിലേക്ക് വരുമ്പോഴും ഈ ക്രിയേറ്റർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാനും ആർക്കുകളൊക്കെ ഭയങ്കര റിഫൈൻഡ് ആക്കാനൊക്കെ. ശരിക്കും എന്താ ഒരു കോള് ഉണ്ടാവുക ഈ വെബ് സീരീസിലേക്ക് വരുമ്പോൾ? എന്ത് കോള് മീൻസ് ഈ ക്യാരക്ടർ ഡിസൈൻ ഒക്കെ കുറച്ചുകൂടെ പ്രിസൈസ് ആവുമല്ലോ. ആവാം. കാരണം നമുക്ക് ഒന്ന് പ്രത്യേകിച്ച് ഇതിനകത്താണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് സെൻട്രൽ ത്രൂ ഔട്ട് പോകുന്ന കഥാപാത്രങ്ങൾ പ്രശാന്തും സുരാജേട്ടനും ചെയ്യുന്ന കഥാപാത്രം. പ്രശാന്തിൻ്റെ സോമൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, സുരാജേട്ടൻ്റെ നാഗേന്ദ്രൻ എന്നാണ്. ഈ 2 കഥാപാത്രങ്ങളാണ് ത്രൂ ഔട്ട്. പിന്നെ ഷാജോൺ ചേട്ടൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഈ 3 കഥാപാത്രങ്ങൾ ത്രൂ ഔട്ട് ഉള്ളത് എല്ലാ എപ്പിസോഡിലും പോകുന്നത്. ഈ 3 കഥാപാത്രങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ള ആർക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി നായികമാരെല്ലാവരും ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് ഓരോ എപ്പിസോഡിലും ഓരോ നായികമാരെന്ന് നിലയ്ക്കാണ്. അവരുടെ പേരിലാണ് എപ്പിസോഡ് വരുന്നതും. അപ്പം ആൽഫിയുടെ ക്യാരക്ടറിൻ്റെ പേര് ജാനകി എന്നാണ്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പേരും ജാനകി എന്നാണ്. ശ്വേത ചേച്ചിയുടേത് ലൈല എന്നാണ്. ചേച്ചിയുടെ എപ്പിസോഡിൻ്റെ പേര് ലൈല. ഗ്രേസിൻ്റെത് ലില്ലിക്കുട്ടി എന്നാണ്. കനി തങ്കമാണ്. നിരഞ്ജന സാവിത്രിയാണ്. അപ്പം ഇങ്ങനെയാണ്. പിന്നെ ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്. അപ്പം എല്ലാം ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരിലാണ് ഓരോ എപ്പിസോഡും പോകുന്നത്. ആ എപ്പിസോഡ് ഫോക്കസ് ചെയ്യുന്നത് ഈ സുരാജേട്ടൻ്റെയും പ്രശാന്തിൻ്റെയും അവർ പോകുന്ന സിറ്റുവേഷനും അതിലേക്ക് വരുന്ന ഈ നായിക കഥാപാത്രം, ഈ 3 ആണ് എപ്പോഴും ഓരോ എപ്പിസോഡിൻ്റെയും ഒരു ബേസിസ് ഫോം ചെയ്യും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സംവിധായകന് കഥാപാത്രങ്ങൾക്കെല്ലാം ആർക്കുണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആക്ടേഴ്സിനും അത് ഭയങ്കര ഗുണകരമാണ്. ആക്ടേഴ്സാണ് ആക്ച്വലി സിനിമയിൽ ഏറ്റവും കുറവ് പണിയെടുക്കുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്ന ആൾക്കാർ. കാരണം തിരക്കഥയിൽ തന്നെ കഥാപാത്രങ്ങൾക്ക് വേണ്ട സ്ട്രെങ്ത് ഉണ്ടാവും. ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ആ പൊസിഷനിലെത്തി നമ്മളാൽ കഴിയുന്ന ചെറിയൊരു പരിപാടി ചെയ്താൽ തന്നെ അത് സേഫായി പോകും. ഇതിൽ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫുൾ ലെങ്ത് വേഷങ്ങൾ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും വർഷം സിനിമയിലുണ്ടായിരുന്നിട്ടും പുരുഷപ്രേതം ചെയ്തപ്പോഴാണ് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന വേഷമാണ് നാഗേന്ദ്രൻ സിനിമയിലെ സോമൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അതിൽ തന്നെ നാഗേന്ദ്രൻ ഇതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത് പോകുമ്പോൾ നാഗേന്ദ്രനോടൊപ്പം തന്നെ സോമനും ഈ കഥയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ടെറൈൻസിലൂടെ എല്ലാ നായികമാരിലൂടെയും സോമൻ്റെ കഥാപാത്രവും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ്റെ യാത്ര ഞാൻ വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ്. ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നാഗേന്ദ്രൻ്റെ സ്വഭാവം എന്താണോ, അതിൽ ഓരോ എപ്പിസോഡുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നാഗേന്ദ്രൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് സോമൻ. അപ്പോൾ അത് നമ്മൾ ഷൂട്ടിങ് സ്കാറ്റേർഡ് ആയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുക. ചിലപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ എപ്പിസോഡ് വൈസ് ആയിരിക്കുമല്ലോ പോകുന്നത്, ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമല്ലോ. പക്ഷെ എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് ഡബ്ബിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറൈസേഷൻസും സിറ്റുവേഷൻസും ആണ് ഈ സീരീസിലുള്ളത്. ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടിട്ട് പോയിട്ട് ഇതിൽ ആക്ച്വലി
ഈ 5-6 കഥകൾ പറയേണ്ടതുകൊണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞിട്ടുള്ള ഡീറ്റെയിലിംഗ് നിതിൻ കൊടുത്തിട്ടില്ല. എന്നാൽ ആ ഡീറ്റെയിലിംഗ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സെക്കൻഡ് വാച്ച് നമ്മൾ എടുക്കുമ്പോൾ അയ്യോ ഇതൊരു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന വളരെ സട്ടിലായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പോയിട്ടുണ്ട്. ഈ പുരുഷത്തെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ ഈ പുരുഷത്തിൽ ഭയങ്കര ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ക്യാരക്ടറും ഈ പറഞ്ഞ ആ സ്റ്റോറിക്ക് ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഇമോഷൻസ് ഭയങ്കര മറ്റേ മിന്നി മാറുന്ന ഒരു ഇമോഷൻസ്. ഈ ലൈഫ് ആഫ്റ്റർ പുരുഷപ്രേത എങ്ങനെയാ ആളൊരു ഈ കാണുന്ന വിധം മാറി സിനിമയൊക്കെ? നമ്മളെ കാണുന്ന വിധമല്ല, സിനിമ കണ്ട ആൾക്കാർക്ക് കാണുന്ന വിധത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ട് സിനിമ കാണാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്നതിൽ ഒരു 50-50 ഒരു പകുതി ആൾക്കാർ ആ സിനിമ കണ്ടിട്ടുണ്ട്, പകുതി ആൾക്കാർ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് എന്നോടുള്ള കാഴ്ചപ്പാട് മാറിയോ എന്നുള്ളതിനെക്കാട്ടിൽ എനിക്ക് എന്നോടുള്ള കാഴ്ചപ്പാട് കുറേയൊക്കെ മാറി. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ചെയ്ത് കഴിഞ്ഞപ്പോഴാണല്ലോ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം എനിക്ക് നഷ്ടപ്പെട്ടു പോയ പല അവസരങ്ങളും അല്ലെങ്കിൽ കിട്ടിയിട്ട് ഞാൻ മുതലാക്കാതെ പോയ പല അവസരങ്ങളെ പറ്റി ഓർത്ത് ചെറിയ കുറ്റബോധവും ഇനിയും കിട്ടുന്നതിനെ 100% ആത്മാർത്ഥത്തോടെ കൊണ്ടുപോകണമെന്നുള്ളതും എന്നാലും ചില ഉഴപ്പ് കാണിക്കുമ്പം ഈ ഉഴപ്പല്ല വേണ്ടതെന്ന് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന അത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ വരും. ആ ഉത്തരവാദിത്തം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാനസികമായി കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുണ്ട്. മറ്റേത് നാളെ എന്തെന്ന് പറഞ്ഞൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇന്നിപ്പം അത് പുറകിലുള്ളത് കൊണ്ട് നമുക്ക് അത്ര ധൃതി പിടിച്ച് ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. പിന്നെ ദൈവാനുഗ്രഹത്താൽ ഇതുപോലത്തെ പ്രൊജക്റ്റുകൾ ഇതുപോലത്തെ ത്രൂ ഔട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്കൊരു സോമനൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുപോലത്തെ കഥാപാത്രങ്ങൾ നമ്മൾ ഇച്ചിരി വൈകിയാണെങ്കിലും കിട്ടും എന്നൊക്കെ ഉള്ളൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസം ഒരു നടനെ സംബന്ധിച്ച് ചെറുതല്ല മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഈ ആൽഫിയുടെ എപ്പിസോഡിൽ നിന്നാണല്ലോ സീരീസ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സീരീസ് ഫസ്റ്റ് കാണുന്ന ആൽഫിയുടെ ഒരു അപ്പൊ അതിന്റെ ടെൻഷൻ എന്തോരുണ്ട്? അയ്യോ അങ്ങനെ ടെൻഷനൊന്നുമില്ല. പക്ഷെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിതിൻ ചേട്ടൻ തന്നെയാണ്. കാരണം ഫസ്റ്റ് തുടങ്ങുന്ന എന്നിൽ നിന്നാണ്. അപ്പൊ ഞാൻ ദൈവമേ, ഫസ്റ്റ് എനിക്ക് കോള് വരുന്നത് തന്നെ സഞ്ജേട്ടനായിരുന്നു. അപ്പൊ ആൽഫി ഇത് അപ്പൊ ഞാൻ ഓക്കെ ആണോ, കൺഫേം ആണോ? കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിതിൻ ചേട്ടൻ എല്ലാവർക്കും അറിയാം, നിതിൻ ചേട്ടൻ്റെ എല്ലാ വർക്കുകളും എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് അതിൽ നിന്നൊരു കോൾ വരാണ്. ആഫ്റ്റർ മാളികപ്പുറം ഞാൻ പിന്നെയും കുറച്ചാൾ സ്റ്റക്കായി ആക്ച്വലി. കാരണം ഞാൻ അതിന് അമ്മ റോളാണ് ചെയ്തത്. അപ്പം അമ്മ റോള് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഇത് നേരെ ഉൾട്ടാ, ഇതൊരു 20-25 ആ ഒരു ഏജ്, ബിലോ 25. അപ്പം അങ്ങനെ ഒരു റോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇത് കറക്റ്റ് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ചു ചോദിക്കും, കൺഫേം അല്ലേ, എന്തെങ്കിലും മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ അങ്ങനെ കുറേ റോള് പോയിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് മാളികപ്പുറം കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് വേറൊരു നല്ലൊരു സിനിമയിൽ വന്നിട്ട് മേക്കപ്പും കഴിഞ്ഞ് കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട്. കാരണം അവര് നമ്മളെ മാളികപ്പുറം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ എന്നെ കാണുന്നത് ഒരു 35 വയസ്സുള്ള ഒരു അമ്മ അതായിട്ട്. അപ്പൊ അയ്യോ ആൽഫി അന്ന് നേരത്തെ പറഞ്ഞൂടെ എന്ന് ചോദിക്കണമെന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു നിതിൻ ചേട്ടനെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നിതിൻ ചേട്ടൻ അഭിനയിച്ച സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം. അപ്പൊ അങ്ങനെ ഇതിലോട്ട് ഇന്നായി. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സത്യം പറഞ്ഞ. ഫസ്റ്റ് തന്നെ ചേട്ടനാണ് താങ്ക്സ് ഒരു എപ്പിസോഡിന്റെ ഒരു മെയിൻ റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ കാര്യമില്ല. പിന്നെ അതേപോലെ എപ്പിസോഡിന്റെ നെയിമേ എന്റെ പേരിൽ തുടങ്ങണം. ഇതിൽ കൂടുതൽ സന്തോഷം എന്താ വേണ്ടേ അല്ലേ? നീന്തൽ എപ്പോഴും കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഭയങ്കര ആക്ടറിന് വേണ്ട ഒരു ഭയങ്കര ഐഡിയൽ ഫിഗേഴ്സ് ഉണ്ടല്ലോ, ഹൈറ്റ്, ലുക്ക്, അങ്ങനത്തെ ഒരു കാര്യമൊക്കെ. ശരിക്കും ഫസ്റ്റ് ആക്ടർ ആവണമെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടില്ല? ആള് നന്നായിട്ട് അഭിനയിക്കും. ഞാൻ കൂടെ അഭിനയിച്ചോണ്ട് പറയാം. ഞാൻ കാവലിന്റെ പ്രൊമോഷൻ സമയത്ത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു ഐഡിയൽ ആക്ടർ ഫിഗർ പറയണല്ലോ, ഒരു ഹൈറ്റ്, ഈ പറഞ്ഞ ഒരു ടിപ്പിക്കൽ ഒരു ഹീറോ കൈൻഡ് ഓഫ് പറഞ്ഞിട്ടൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നറിയാം, എനിക്ക് ഈ എഴുതാനുള്ളതിന്റെ അത്രയും അല്ല എഴുതി ഡയറക്റ്റ് ചെയ്യുന്നതിന്റെ അത്രയും ഒരു പാഷനേറ്റ് അല്ല ഞാൻ അതിനെപ്പറ്റി. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കാത്തത്. പിന്നെ കുഞ്ഞു അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ വരുമ്പോൾ
എന്നാൽ ചുമ്മാ ചെയ്തേക്കാം ഒരു ഔട്ടിങ് പോലെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് നമുക്കൊരു തോട്ട് വരാതെ നമ്മൾ എന്തിനേലും ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഭയങ്കര ഫ്ലോപ്പായി പോകും. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. പിന്നെ അങ്ങനെ ഒരു കാഴ്ച അതൊക്കെ മാറിയില്ല. അങ്ങനെ ആക്ടർ ലുക്കുള്ള ഒരാളൊന്നുമില്ലല്ലോ ഇപ്പോൾ. അതിനകത്തും കാര്യം നല്ലൊരു എഴുത്തുകാരനാണ്. മലയാള സിനിമയിൽ ഇപ്പം ഇല്ലാത്തതും വളരെ കുറവുള്ളതും നല്ല എഴുത്തുകാരാണ്. അത് അയാൾ എഴുതി നല്ല പ്രൊജക്റ്റുള്ള നല്ല അവരെയൊക്കെ ഞങ്ങൾ അങ്ങനല്ല, അത് ആക്ടേഴ്സിന് വേറൊരു മെറ്റൽ തന്നെ വേണം. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ഒട്ടും കോൺഷ്യസ് ആവാൻ പാടില്ല. മറ്റൊരാൾ എഴുതി വെച്ചിരിക്കുന്നതിലേക്ക് മറ്റൊരു കഥാപാത്രത്തിലേക്ക് അയാൾ ഒരു റൈറ്ററോ ഡയറക്ടറോ കാണുന്നതിന് മുകളിലേക്ക് കൊടുക്കാൻ കേപ്പബിൾ ആകുക. അതിനുള്ളൊരു കോൺസെൻട്രേഷനും മനസാന്നിധ്യവും ഒരു വൈഭവമൊക്കെ വേണം. അത് ചിലർക്ക് ആദ്യം ഉണ്ടാവും, ചിലരത് പതിയെ ഇംബൈബ് ചെയ്യും. നിതിൻ അഭിനയിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അഭിനയിച്ച രണ്ടും കണ്ടിട്ടില്ല. 2 പടം ചെയ്തിട്ടുള്ളത് 2 കണ്ടിട്ടില്ല. പക്ഷേ നിതിൻ സൗണ്ട് ചെയ്യും. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പല ടെറൈനിലൂടെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒത്തിരി അടുത്ത് കഴിച്ച തമാശ കൂടി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാരക്ടർ അറിയാതെ വിട്ടുപോകും. അപ്പോൾ നിതിൻ ഞാൻ പറയേണ്ട ഡയലോഗ് ഞാൻ പറയേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. ആ സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം എടാ എന്താണ് നീ ഇവിടെ എന്നുള്ളത് ചിലപ്പോൾ ആ സമയത്ത് പറയേണ്ടത് ഒരു രീതിയിലായിരിക്കും. അത് കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ ആട്ടോ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് എന്തായാലും അഭിനയിക്കാനൊക്കെ പറ്റും. അഭിനയിക്കാതിരിക്കും. പക്ഷെ ഞാൻ അഭിനയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോഴും ഈ കസബയും കാവലും ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലെ ഇപ്പോ 2 പവർഫുൾ സ്റ്റാർസിനെ വെച്ചിട്ട് ഉള്ള 2 കൈൻഡ് ഓഫ് സിനിമകൾ. ഇപ്പൊ മധുവിലേക്ക് വരുമ്പോ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അതിന്റെ മധു ആദ്യത്തെ പേര ഇപ്പൊ നാഗേന്ദ്രൻ സനിമോൻ. ഇപ്പൊ നാഗേന്ദ്രൻ സനിമോൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര നാടൻ ടെറൈനിലുള്ള കുറച്ചുകൂടെ നമ്മളെ റെട്രോ കൈൻഡ് ഓഫ് 80s അല്ലെങ്കിൽ ലേറ്റ് 70s ഒക്കെ കാലഘട്ടം പറയുന്നത്. ശരിക്കും ഈ രണ്ടിലും എഴുതുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാ ശരിക്കും ചെയ്യാപ്പോ? അല്ല, എഴുത്ത് ഇപ്പോൾ ഏത് സബ്ജക്റ്റ് എഴുതുകയാണെങ്കിലും അതിൻ്റെ പ്രോസസ്സ് സെയിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കസബ എഴുതുന്ന അതേ അർപ്പണത്തോടെയാണ് കാവൽ എഴുതിയതും അതുപോലെ തന്നെയാണ് മധുദു എഴുതുന്നത്. അല്ല, നാഗേന്ദ്രൻ സനിമോൻസ് എഴുതും. എല്ലാത്തിനും പ്രോസസ്സ് ഒരുപോലെയാണ്. ഓരോ സബ്ജക്റ്റും ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നതിനകത്തായിരിക്കും ഡിഫറൻസ് വരിക. പിന്നെ ആ സബ്ജക്റ്റ് പിച്ച് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ച് ആ എഴുത്തിനെ രൂപപ്പെടുത്തുക എന്നുള്ളേ ഉള്ളൂ. അതും ബേസിക്കലി ഈ പറയുന്ന പോലെ ആ കാലഘട്ടത്തിനെ പറ്റി ആലോചിക്കും. പ്രത്യേകിച്ച് ഇതിനകത്ത് ആ കാലഘട്ടത്തിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ടാവും. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കും. പിന്നെ ഈ പറയുന്ന ഇതിനകത്ത് ബേസിക്കലി ഡയലോഗ്സിലാണ് ഈ ലാംഗ്വേജിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകുക. ബാക്കി എല്ലാ സിനിമയും ഒരേപോലെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു മൂഡിനും അതിൻ്റെ ഒരു ടെമ്പറിനും അതിൻ്റെ ഒരു മീറ്ററിനും ഒക്കെ അതിനനുസരിച്ച് മാറ്റി എഴുതുക എന്നുള്ളൂ. പക്ഷേ പ്രോസസ്സ് ഇസ് ദ സെയിം. പിന്നെ ഈ സബ്ജക്റ്റ് എന്നെ സംബന്ധിച്ചോളം കസബ ചെയ്യുമ്പോൾ അത് ആ പ്രോജക്റ്റിന് 1-2 വർഷം മുമ്പ് മാത്രം മനസ്സിൽ വരുന്ന തോട്ടാണ്. കാവൽ ചെയ്യുമ്പോൾ അതൊരു 1-2 വർഷം മുമ്പ് മനസ്സിൽ വരുന്ന തോട്ടാണ്. ഈ തോട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടിരിക്കുന്ന ഒരു 10 വർഷങ്ങളായിട്ടുണ്ടാവും. ഞാൻ ആദ്യകാലത്ത് സിനിമയിലൊക്കെ വരുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് ആലോചിച്ച് വെച്ചിരുന്ന 1-2 ലൈനുകളിലൊരു ലൈനാണ് ഇതിപ്പം സിനിമ. അപ്പോൾ എനിക്ക് അത്രയും അറിയാം. ഒരുപക്ഷെ ഞാൻ എഴുതാൻ ഏറ്റവും കുറവ് സമയം എടുത്ത സ്ക്രിപ്റ്റ് ഇതായിരിക്കും. കാരണം മറ്റൊക്കെ സാറിന് എനിക്കൊരു 6 to 1 year പ്രോസസ്സാണ് എഴുത്ത്. അത് അത്ര എഴുതിയിട്ട് നീ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ എനിക്ക് അത്ര എടുക്കും അത്രയെങ്കിലും ഒപ്പിക്കാൻ. ഇത് എനിക്ക് ഒരു ലെസ് ദാൻ എ മന്തിൽ ഞാൻ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയൊരു പ്രോജക്റ്റ്. കാരണം എൻ്റെ ഉള്ളിൽ ഇത് എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്കിത് ഇപ്പോഴും ഇവരുടെ ഫേസ് ഇതിലേക്ക് വന്നു എന്നുള്ളൂ. പക്ഷേ കഥാപാത്രങ്ങൾ എത്രയോ കാലമായിട്ടും കഥാപാത്രങ്ങളും പശ്ചാത്തലവും സിറ്റുവേഷൻസും ഒക്കെ മനസ്സിലുണ്ട്. അപ്പം ഓരോ ഇതിനും ഓരോ രീതിയിൽ. അപ്പൊ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും ആ ഒരു ഇത് ആരെങ്കിലും മനസ്സിൽ ഉണ്ടാവും ശരിക്കും ഡയലോഗ്സ് ഒക്കെ എഴുതുമ്പോൾ? ഡയലോഗ് ആ കഥാപാത്രം നമുക്ക് കൊണ്ടുതരുന്നതാണ്. ഇപ്പൊ ഞാൻ ഇയാളുടെ പേര് നാഗേന്ദ്രനാകും എന്ന് ആലോചിക്കുന്ന നമ്മൾ അതിലേക്ക് എഴുതുമ്പോൾ ആ കഥാപാത്രമായിരിക്കും നമുക്ക് ആ പേര് കൊണ്ടുതരിക. എനിക്കങ്ങനെയാണ്. ഓരോ കഥാപാത്രവുമാണ് നമുക്ക് അറിഞ്ഞോ അറിയാതെ ഒരു പ്രോസസ്സിൽ നമ്മൾ എഴുതുമ്പം പേനയെടുത്ത് ആ കഥാപാത്രത്തിൻ്റെ പേര് എഴുതുന്നതിൻ്റെ അടുത്താകുമ്പോൾ ഒരു പേര് വരും. അത് ആപ്റ്റ് ആവാറാണ് സാധാരണ. ഡയലോഗ്സ് ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ കാവലിലൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ സുരേഷിന് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ അതിനകത്തുണ്ടല്ലോ. ഇപ്പൊ അതിന്റെ ഫസ്റ്റ് ടീസറിൽ വന്ന ടൈലർ മെയ്ഡ് അല്ല, ടൈലർ മെയ്ഡ് ആയി പോകുന്നതാണ് അദ്ദേഹം പറയുമ്പോൾ. കാരണം അദ്ദേഹം അത് അങ്ങനെ ഉൾക്കൊണ്ടിട്ട് പറയുന്നതുകൊണ്ട് ആ കഥാപാത്രം പറയുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ അൾട്ടിമേറ്റ്ലി സുരേഷ് ഗോപിയാണല്ലോ കാണുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയാണ് കാണുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ കഥാപാത്രം
ആണ് ആ ഡയലോഗ് കൊണ്ടുവരുന്നത്. കഥാപാത്രം ഇപ്പോൾ വേറൊരു കഥാപാത്രമാണെങ്കിൽ ആ ഡയലോഗ് വരില്ലല്ലോ. അപ്പോൾ ആ കഥാപാത്രം സ്വാഭാവികമായിട്ട് എന്താണ് അത് നമുക്കറിയാതെ ഈ ഇവർ അഭിനയിക്കുമ്പം സ്റ്റാർട്ടിനും കട്ടിനും ഇടയ്ക്കൊരു പ്രോസസ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ എഴുതുമ്പോൾ അതിനകത്തൊരു പ്രോസസ്സ് നമ്മൾ അറിയാതെ വരും. പിന്നീട് നമ്മൾ അത് വായിച്ചു നോക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അതിനകത്ത്. അപ്പോൾ കഥാപാത്രമാണ് അതിൻ്റെ പശ്ചാത്തലമൊക്കെ കൊണ്ടുവരുന്ന കഥാപാത്രമാണ് അതിൻ്റെ പേരും ഡയലോഗും എല്ലാം വരുന്നത്. പിന്നെ ഇതിനകത്ത് ആ ഡയലോഗുകൾ നമ്മൾ ആ കാലത്ത് അത് അങ്ങനെ സംസാരിച്ചിരുന്നു എന്നുള്ളൊരു ക്രോസ് ചെക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സുരേട്ടൻ്റെ കൂടെയുള്ള കോംബോ എങ്ങനെയുണ്ടായിരുന്നു? കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല എങ്ങനെയായിരുന്നു മീൻസ് ഈ പറഞ്ഞ രണ്ട് പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് ഒരാള് അപ്പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്നൊരു പരിപാടി കൊടുക്കണമല്ലോ. ഇപ്പം ഞാൻ 22 വർഷമായി. അപ്പം 22 വർഷത്തെ യാത്രകളിൽ സുരാജിനെ നേരത്തെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഇടപെട്ടിട്ടുണ്ട്. പുള്ളിയുടെ കോമഡി പ്രോഗ്രാംസ് ഉണ്ട്. ഞാനും ടെലിവിഷൻ ആങ്കറായിരുന്നു. അപ്പം ആ ബന്ധവും ഫ്രണ്ട്ഷിപ്പും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് ഒരു പ്രോജക്റ്റിൽ ഇത്രയും ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഈ ബന്ധവും പരിചയമൊക്കെ ഉണ്ടെങ്കിലും അഭിനയിക്കാൻ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് നാഷണൽ അവാർഡ് വിന്നർ സുരാജ് വെഞ്ഞാറമ്മൂടിനെ ആണ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം നമുക്കുണ്ടല്ലോ. നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗംഭീര പെർഫോമറാണ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പം ശരിക്കും ഇങ്ങനത്തെ ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി ചിന്തിച്ചാൽ നമ്മൾ കുറച്ച് പതറിപ്പോവും. കുറച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഹോംവർക്ക് തീരെ ചെയ്യാത്ത ഒരാളാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഞാൻ ഡയറക്ടർ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേൾക്കും. എന്താണ് ഡയറക്ടർ ഉദ്ദേശിച്ചേക്കുന്നുള്ളത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു മീറ്റർ നിങ്ങൾ സെറ്റ് ചെയ്തോണം. കാരണം ഡയറക്ടറിൻ്റെ മനസ്സിലാണല്ലോ ത്രൂ ഔട്ട് പരിപാടിയുള്ളത്. അപ്പോൾ പുള്ളി ഒരു മീറ്റർ സെറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ 2-3 ലെവലിലൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യുക. അതിൽ നിന്ന് 1 മീറ്റർ ഡയറക്ടർ അത് ഇതാണ് പരിപാടി, ഇത് പിടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് സംസാരങ്ങൾ കൂടുതൽ സോമനാണെങ്കിലും റിയാക്ഷൻസ് കൂടുതൽ നാഗേന്ദ്രനാണ്. നാഗേന്ദ്രൻ്റെ ലൈഫാണ് ഈ സീരീസ് പറഞ്ഞു പോകുന്നത്. അതിലൂടെ സോമൻ്റെ ഒരു ലൈഫും അതിൻ്റെ ഒരു ലെയറിൽ കിടപ്പുണ്ട്. അത് ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് മനസ്സിലാവും. നാഗേന്ദ്രൻ്റെ ലൈഫ് മാത്രമല്ല സോമൻ്റെ ലൈഫും ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വന്നു പോയിട്ടുള്ള 6 ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെയും ലൈഫ് ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോ എപ്പിസോഡിലും ഓരോ കഥാപാത്രം ഉള്ളെങ്കിലും ഓരോ എപ്പിസോഡിലും ഓരോ നായികമാരാണെങ്കിലും ആ നായികമാരുടെ കഥയാണ് ആ എപ്പിസോഡിൽ. ആ നായികമാരുടെ കഥയും ഞങ്ങളുടെ കഥയും കൂടെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന രസങ്ങളാണ് ഇതിനകത്ത് ആൾക്കാർക്ക് ചിരിക്കാനോ വേദനിക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം വളരെ ശ്രദ്ധയോടെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ആ ഒരു പരിപാടി മനസ്സിൽ പിടിച്ചു പോയി. സുരാജേട്ടൻ്റെ സാധനം സുരാജേട്ടൻ്റെ മെക്കാനിസത്തിൽ എങ്ങനെയാണോ സുരാജേട്ടൻ ആ മെക്കാനിസത്തിൽ വർക്ക് ചെയ്തു പോയി. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു കെമിസ്ട്രി വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സുരാജേട്ടൻ എന്തായിരിക്കും ഐറ്റം ഇടാൻ പോകുന്നതെന്നും ഞാൻ എന്താണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസം ഫ്രം ഫസ്റ്റ് ഡേ ടു ലാസ്റ്റ് ഡേ ഇവർ രണ്ടുപേരും ആയിരുന്നു ഉണ്ടായിരുന്നത്. ത്രൂ ഔട്ട് ഇവരില്ലാത്ത ദിവസങ്ങളേ ഇല്ല. അപ്പം ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും ഒക്കെ ഈ ഓൺ സ്ക്രീൻ പെർഫോം ചെയ്യുമ്പോഴും അല്ലാതെ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ ക്യാരവാനിൽ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക. അപ്പം അവിടെ തന്നെ ഒരു കെമിസ്ട്രി ഉണ്ടാവും. പിന്നെ അത് ഭയങ്കരമായിട്ട് അത് സ്ക്രീനിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. രണ്ടുപേരുടെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ നായികമാരും സുരാജേട്ടനും തമ്മിലുള്ള കെമിസ്ട്രിയെക്കാട്ടിലും ഏറ്റവും ഗംഭീര കെമിസ്ട്രി ഇവർ രണ്ടുപേരും. റിഹേഴ്സൽ ചെയ്യാനൊന്നും സമയമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് ഇന്നത്തെ സിനിമ പോകുന്ന പോലെ റിഹേഴ്സൽ ചെയ്ത് ഒരു 5-6 പ്രാവശ്യം നോക്കിയതിന് ശേഷം ഷൂട്ട് ചെയ്യുന്ന സെറ്റപ്പേ അല്ല. നിതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈലാണ്. നമ്മൾ ഒരു ഡയലോഗ് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് ആ ഒരു ഷോട്ടിലേ കാണത്തുള്ളൂ. മറ്റ് ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡയലോഗ് തന്നെ 7-8 പ്രാവശ്യം പറഞ്ഞു. ആദ്യം ഈ ആംഗിൾ ഷൂട്ട് ചെയ്യും, പിന്നെ ആ ആംഗിൾ ഷൂട്ട് ചെയ്യും, പിന്നെ അതിലേക്ക് ക്യാമറ ഷൂട്ട് ചെയ്യും, പിന്നെ കറങ്ങി ഷൂട്ട് ചെയ്യും. അപ്പോൾ ഒരേ സാധനം തന്നെ നമ്മളിങ്ങനെ 7-8 പ്രാവശ്യം പറയണം. ഈ നിതിൻ്റെ ഒക്കെ മേക്കിംഗ് സ്റ്റൈലിൽ നമുക്കത് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒരു ഡയലോഗ് ഒറ്റ പ്രാവശ്യം കൃത്യമായ കട്ട്സ് ഉണ്ടാവും, കട്ടിങ് പോയിന്റുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ഷോട്ടിനും വേണ്ടി പ്രിപ്പയർഡ് ആയാൽ മതി. അപ്പോൾ ഇതിനൊന്നും വലിയ റിഹേഴ്സലും പരിപാടിയൊന്നും ഇല്ലാതെ തന്നെ ഈ പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ആർട്ടിസ്റ്റുകളൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലും അവർ തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിലും ബന്ധത്തിലും പരസ്പരമുള്ള
അണ്ടർസ്റ്റാൻഡിങ്ങിലുമാണ് വർക്കായിട്ടുള്ളത്. അതായത് ഇത് പീരീഡാണ് പറഞ്ഞേക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറഞ്ഞേക്കുന്നത്. സിനിമ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ മൂഡിലേക്ക് നിതിൻ കൊണ്ടുപോയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആൽഫി എങ്ങനെയാ ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാ ഒരുമിച്ച് കൊണ്ടുപോകണേ? അതെങ്ങനെയൊക്കെയോ ആക്ച്വലി അത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എനിക്ക്. എൻ്റെ വർക്ക് കൊച്ചി തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എനിക്ക് ജോലി വേണം താനും. എന്നാൽ സിനിമ എന്ന് പറഞ്ഞാൽ അത് സിനിമ ഭയങ്കര പാഷൻ എന്ന് പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര കൊതിയാണ് സിനിമയെന്ന് പറയുന്നത്. ആക്ടിങ്, യെസ് ഓഫ് കോഴ്സ് ആക്ടിങ് ആണ്. കാരണം അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സീരിയൽ എനിക്ക് കുറെ വരുന്നുണ്ട്, പക്ഷെ സിനിമയുടെ ഞാനിപ്പോ അത് പെൻഡിങ് വെച്ചേക്കാണ്. ചിലപ്പോ ഞാൻ ചെയ്യും. സിനിമയോടുള്ള ഇഷ്ടം എനിക്ക് സീരിയലിനോട്. ഞാൻ അങ്ങനെ സീരിയൽ കാണാറില്ല. സീരിയൽ ഞാൻ കാണാറില്ല. വീട്ടിൽ അമ്മ കാണും, ഞാൻ കാണാറില്ല. പക്ഷെ സിനിമ എന്ന് പറയുന്നത് എന്തോ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. പക്ഷെ ജീവിക്കാൻ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കണ്ടിന്യൂസ്ലി വേണം. അതുകൊണ്ട് ജോലി ചെയ്യുന്നു. സിനിമയിൽ വൺ ബാക്ക് ടു ബാക്ക് ഞാൻ സെറ്റ് ആണെങ്കിൽ ഞാൻ ജോലി ഡാറ്റ പറഞ്ഞ് ഞാൻ പോരും. അപ്പം അത് വേണ്ട, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ തന്നെ ഇഷ്ടം. എന്റെ സെൽഫ് ഇതാണ് എനിക്ക് ധാരാളം. വിവാഹം കഴിച്ചാൽ ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടുമെന്നാണോ? മേ ബി ഒരു ഫ്രീഡം പോയാലോ. വരുന്ന ആള് കറക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമാണ്. അത് നമുക്ക് ഒരു ടോസ് ഇടുന്ന പോലെയാ, ഹെഡ് വീടാ ടെയിൽ വീടാ. അല്ലിപ്പോ ഈ കല്യാണം ഭയങ്കര ഒരു പ്രധാനപ്പെട്ട തീമാണല്ലോ ശരിക്കും നാഗിൻ മിസ്സിൽ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഈ കല്യാണം എങ്ങനെ ജീവിതം മാറ്റി മറിച്ചിട്ടുണ്ട്? എല്ലാം അങ്ങനെ ജീവിതം മാറ്റി മറിച്ചിട്ട് ഉത്തരവാദിത്തങ്ങൾ കൂടിയതിനപ്പുറത്തേക്ക്. കാരണം ഞാനും എൻ്റെ വൈഫ് ഒരു 12 വർഷത്തെ പരിചയത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. അങ്ങനെ 12 വർഷത്തെ പരിചയം എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അർത്ഥത്തിലും അറിയാം. പിന്നെ കല്യാണം എന്ന് പറയുന്നത് ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ചൊരു ഫാമിലി ഉണ്ടാകുന്നു, ഒരുമിച്ച് മറ്റു കാര്യങ്ങൾ ഒരുമിച്ച് ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു, അങ്ങനെ അല്ലാതെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായില്ല. ഈ പടത്തിലെ കല്യാണങ്ങൾ പോലെ ആർഭാടമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ആണ് കല്യാണം കഴിച്ചത്. രജിസ്റ്റർ ആയിരുന്നു. എൻ്റെ വീട്ടിൽ ഡൈനിങ് റൂം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോൾ കല്യാണം എനിക്ക് അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ടും കൂടും. മകനായി അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ എനിക്കും അവൾക്കും രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നതിനപ്പുറത്തേക്ക് വേറെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. ചേച്ചി നമുക്ക് ഭയങ്കര ക്രിട്ടിക്കാണ്. ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാണോ എന്നറിയത്തില്ല. ഇതുപോലെ 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ട 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങൾ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചലഞ്ചസ് ഉണ്ട്. പിന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആൽഫി പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പരിപാടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിച്ചതും ഇപ്പോൾ കോളേജ് പ്രൊഫസറായി ജോലി നോക്കുന്നതും. എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ദൈവാനുഗ്രഹത്താൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. അതെല്ലാം പുള്ളിക്കാരി മാനേജ് ചെയ്യും. എന്തായിരുന്നു ചോദ്യം? കല്യാണത്തിലൂടെ കല്യാണം ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്? മീൻസ് ആസ് എ കരിയർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ. പിന്നെ പ്രായവും അനുഭവങ്ങളും തരുന്ന ചില പക്വതകൾ ഉണ്ടായിട്ടുണ്ടാവാം. ചില അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നുണ്ടാവാം, ചില അനാവശ്യ വർത്തമാനങ്ങൾ പറയാതിരിക്കുന്നുണ്ടാവാം. പിന്നെ അത് വിവാഹം എന്ന് പറയുന്നത് ലൈഫിൽ നടന്നു പോയൊരു ഇവൻ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊരു എക്സ്ട്രാ പ്രഷറോ ടെൻഷനോ ഉണ്ടാവുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ പാർട്ട്ണറുടെ മെടുക്കായിരിക്കും. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സംഭവബഹുലമായ ഇതിനകത്തെ കല്യാണങ്ങൾ പോലെ സംഭവബഹുലമായ കല്യാണങ്ങളൊന്നും ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഇപ്പൊ ഈ രഞ്ജി പണിക്കർ സാറിന്റെ ഈ ക്യാരക്ടേഴ്സ് അവരുടെ ആ ആക്ടേഴ്സിന്റെ റിയൽ ലൈഫിലും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് സുരേഷ് ഏട്ടൻ്റെ ഒക്കെ ലൈഫിലും ഈ ഭയങ്കര സിഗ്നേച്ചറും ഐക്കോണിക് ആയിട്ടുണ്ട്. അത്തരം പ്രഷറുകൾ ഉണ്ടല്ലോ ഈ ആക്ടേഴ്സിന് അവരുടെ ലൈഫിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ള എപ്പോഴെങ്കിലും തോട്ടായിരുന്നു? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെ അതൊക്കെ എഴുത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ സമയത്ത് മമ്മൂക്ക വെച്ചിട്ട് ഒരിക്കലും കസബ ചെയ്യില്ല. മമ്മൂക്കയുടെ ഒരു ഇമേജ് വേറെ തരത്തിലായിരുന്നല്ലോ ആ സമയത്തല്ല അദ്ദേഹത്തിന് വേറെ ഒരിക്കലും അക്കാലത്ത് അങ്ങനെ ഒരു പടം ചെയ്യുന്നൊരു കാര്യത്തെപ്പറ്റി ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കസബ കൊണ്ട് മമ്മൂക്കയുടെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും പല എൻ്റെ അടുത്ത് മമ്മൂക്ക ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ എത്രയോ അപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ടൊരു കാലത്ത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ പിടിക്കാൻ ശ്രമിച്ച ആ ജോണറിലുള്ള കഥാപാത്രത്തിൻ്റെ ഷെയ്ഡുകൾ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവൻ രഞ്ജി പണിക്കർ സാറ്
മമ്മൂക്കയ്ക്ക് വേണ്ടിയും ലാലേട്ടന് വേണ്ടിയും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ സ്ക്രിപ്റ്റുകൾ കൊണ്ട് അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഇല്ല, ഉണ്ടായിട്ടില്ല. പക്ഷെ സുരേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം സുരേഷ് ചേട്ടൻ ജസ്റ്റ് ഒരു റോ മെറ്റീരിയൽ ആയിരുന്നു ഇവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ. അവിടുന്ന് അയാൾക്കൊരു അദ്ദേഹത്തിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്ത ചിലപ്പോൾ ആ സിനിമകളെ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ ഇമേജ് നോക്കിയിട്ട് നമ്മൾ അതിന് എന്തെങ്കിലും കുഴപ്പമാവോ അതിനെ എൻഹാൻസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സിനിമ ചെയ്യാറില്ല. നമുക്ക് അവരുടെ ആക്ടറിനെയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാഗേന്ദ്ര സിനിമ വലിയൊരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ വലിയൊരു ഫ്രഷ്നെസ് ആണ് ഈ ടീസറിനും ഈ ഫസ്റ്റ് ലുക്കിനും എല്ലാം തരാൻ സാധിച്ചത്. അപ്പോൾ ഓരോ എപ്പിസോഡിനും അത്തരം എക്സ്പീരിയൻസ് തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ്. താങ്ക് യു.